ശ്രീ എ രാജ. സർ, ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ പാൽസ്വരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് ഇടത് സർക്കാർ വിവിധ പദ്ധതികളാണ് സാർ ആവിഷ്കരിച്ച് വന്നിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ സാർ. എൻ്റെ ചോദ്യം, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഹോണറേറിയ വ്യവസ്ഥയിൽ പ്രായോഗിക പരിശീലനം നൽകുക എന്നുള്ളതാണ് ട്രേസ് പദ്ധതിയുടെ ലക്ഷ്യം. പക്ഷേ ഇപ്രകാരം നിയോഗിക്കുന്ന വിദ്യാർത്ഥികളെ വകുപ്പിൻ്റെ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് സാർ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാറ്. നമ്മളിപ്പോൾ ഈ പദ്ധതി പ്രകാരം തന്നെ കേരളത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നിയമനം കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ തന്നെ ഇപ്പം ഇതേ പദ്ധതി പ്രകാരം 500 അക്രഡിറ്റ് എഞ്ചിനീയർമാരെ നമ്മൾ നിയമിച്ച് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, നിലവിൽ ട്രേസ് പദ്ധതിയിൽ അവസരം നൽകുന്ന സർക്കാർ വകുപ്പുകൾക്ക് പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി ട്രേസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ പരിഗണിക്കാമോ എന്നാണ് സാർ. യെസ് മിനിസ്റ്റർ. സാർ, ആ കാര്യങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിയമപരമായി ആ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നു.